ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പവിത്രത്തിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് നമ്മുടെ ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുകയാണ് കേട്ടോ. ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടിയിട്ട് നമ്മുടെ വിക്രം കളത്തിലിറങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇലക്ഷൻ പ്രചരണമൊക്കെ ഇങ്ങനെ ആരംഭിക്കുകയാണ്. അങ്ങനെ ജാഥ വിളിക്കലും എല്ലാം ആയിട്ട് ഇങ്ങനെ ഇലക്ഷൻ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം അറിയുന്ന ശ്രീകാന്ത് പറയുന്നുണ്ട്, എത്ര പറഞ്ഞാലും അവൻ കേൾക്കില്ല. അവൻ വീണ്ടും ശ്രീനിവാസന് വേണ്ടിയിട്ട് നടക്കുകയാണെന്നൊക്കെ ഇങ്ങനെ വേദ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിലാണെങ്കിൽ മാഷിനോട് കമലൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ മോൻ നമുക്ക് തന്ന വാക്ക് പാലിക്കില്ലേ മാഷേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മാഷ് പറയുന്നുണ്ട്, നീ സമാധാനമായിരിക്കുക കമലെ, എൻ്റെ മോൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഈ ഇലക്ഷൻ വരെ മാത്രം അവൻ ശ്രീനിവാസിൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവനെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ മകനായിട്ട് തന്നെ തിരിച്ചു വരും. ഇനി ഉള്ള കാലം അവൻ നല്ല ജോലിയൊക്കെ ചെയ്ത് ജീവിക്കും എന്ന് കമലത്തിനോട് പറയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ കമലത്തിന് ഒരു സമാധാനമാവും. എന്നാലും കമലത്തിൻ്റെ ഉള്ളിലൊരു വിഷമമുണ്ട്. ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി തൻ്റെ മകന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി കമലത്തിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ കമലൻ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ വേദയ്ക്ക് അമ്മേനെ കാണാൻ തോന്നുകയാണ്. അപ്പോൾ വേദയും അമ്പലത്തിലേക്ക് ചെല്ലുന്നുണ്ട്. വേദയ്ക്കറിയാം ഈ സമയത്ത് അമ്മ കമലം അമ്പലത്തിൽ വരുമെന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ കമലത്തെ കാണാൻ വേണ്ടിയിട്ട് വേദയും ചെല്ലുകയാണ്. അമ്മയെ കാണുമ്പോഴേക്കും നമ്മുടെ വേദയുടെ ഉള്ളിൽ ഭയങ്കര വിഷമവും സങ്കടമൊക്കെ വരും. അവർ കെട്ടിപ്പിടിക്കുകയും സങ്കടങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയോടായിട്ട് കമലം പറയും, അവൻ ഇലക്ഷൻ കഴിയുന്നതോട് കൂടിയിട്ട് ഇനി അവിടെ നിന്നും ശ്രീനിവാസിൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു വരികയാണെന്ന് അച്ഛനും അമ്മയും വാക്ക് കൊടുത്തിട്ടുണ്ട് മോളെ. ഇനി അവൻ ആ കൂട്ടത്തിലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വിധത്തിൽ വേദ അമ്മേനെ സമാധാനപ്പെടുത്തി വിടാണ്. ഈ സമയത്ത് തിരിച്ചെത്തിയ വേദയുടെ ഉള്ളിൽ മുഴുവനും ശ്രീകാന്തിനോടുള്ള ദേഷ്യമാണ് കേട്ടോ. ശ്രീകാന്ത് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് നമ്മുടെ വേദയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വേദ അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് എല്ലാവരുടെ മുന്നിൽ കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേഗം റൂമിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേദ ശ്രീകാന്തിൻ്റെ റൂമിൽ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ ശ്രീനാഥും ആളുടെ അച്ഛനും കൂടിയിട്ട് എങ്ങനെ നമ്മുടെ വിക്രത്തിനെ വകവരുത്താം, വിക്രമത്തിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ള പ്ലാനിങ് ഒക്കെ കൂട്ടാണ് കേട്ടോ. ഈ സമയത്ത് അച്ഛനും മരുമോനും കൂടിയും പറയുന്നുണ്ട്, ഇത് നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമാണ്. ഈ സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും എല്ലാ കുറ്റങ്ങളും വിക്രത്തിൻ്റെ തലയിൽ വെച്ച് കൊടുക്കണം. വാസ്തവൻ്റെ മോനെ നമ്മുടെ വിക്രമാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്ന് വരുത്തണം. അതിനുള്ള വഴികൾ വേഗം തന്നെ ചെയ്യണം. ഇനി അത് വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്തിനോട് അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇന്ന് രാത്രി തന്നെ അതിനുള്ള എല്ലാ വഴികളും ഞാൻ ചെയ്യാം അച്ഛാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ഏർപ്പാടാക്കിയ ഗുണ്ടകളൊക്കെ കൂടിയിട്ട് നമ്മുടെ വരുണിനെ ഇല്ലാതാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ ശ്രീനിവാസന് വേണ്ടിയിട്ട് പോസ്റ്ററൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിക്രമും കൂട്ടുകാരും ഓരോ ഒട്ടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വിക്രം ശ്രീനിവാസൻ്റെ പോസ്റ്ററുകളൊക്കെ ഒട്ടിക്കും. അതിൻ്റെ ഇടയിൽ തന്നെ വാസ്തവൻ്റെ ആൾക്കാർ വന്നിട്ട് പറയും, നിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റൂ, എനിക്കും ഞങ്ങളുടെ പാർട്ടിക്കും പോസ്റ്റർ ഒട്ടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ഒട്ടിച്ചോ, അതിനിപ്പോൾ എന്താ, ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഏർപ്പാടാക്കിയ ഗുണ്ടകളാണ് അതെല്ലാം. അപ്പോൾ അവർ ഒന്നും രണ്ടൊക്കെ പറഞ്ഞിങ്ങനെ തല്ലുകൂടാൻ ചെല്ലുകയാണ് നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാരോട്. അങ്ങനെ തല്ലും വഴക്കൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും തള്ളൊക്കെ ആയി. ആ സമയത്താണ് കേട്ടോ വരുൺ വരുന്നത്. വരുണും വരുണിൻ്റെ കൂട്ടുകാരും വരുമ്പോൾ ശ്രീകാന്ത് ഏർപ്പാടാക്കിയ ഗുണ്ടകൾ നമ്മുടെ വരുണിനെ തടഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ അവരുടെ വിചാരം ഇത് ശ്രീനിവാസിൻ്റെ ആൾക്കാരാണെന്നാണ് വരുണും കൂട്ടുകാരും വിചാരിക്കുക കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ ഉന്തും തള്ളൊക്കെ ആയിട്ട് നമ്മുടെ വരുണിനെ നമ്മുടെ ശ്രീകാന്ത് ഏർപ്പാടാക്കിയ ഗുണ്ടകൾ കുത്തുകയാണ് കേട്ടോ. അങ്ങനെ കുത്തി അവർ ഓടി രക്ഷപ്പെടും. ആ സമയത്ത് നമ്മുടെ വേദയ്ക്ക് എന്തൊക്കെയോ ചെറിയ ഇതൊക്കെ കിട്ടു. വേദ അറിഞ്ഞു. അപ്പോൾ വേഗം കൂട്ടുകാരോട് വിളിച്ചിട്ട് പറയും, എങ്ങനെയെങ്കിലും വേഗം നമ്മുടെ വിക്രത്തിനെ അവിടെ നിന്ന് മാറ്റണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നേരെ ശ്രീകാന്ത് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് പറയുകയാണ്, എത്ര പറഞ്ഞാലും അവൻ കേൾക്കില്ല. അവൻ്റെ ഈ സ്വഭാവത്തിനൊരു മാറ്റം വരില്ല. അവൻ വാസ്തവൻ്റെ മോനെ വരുണിനെ കുത്തി എന്നൊക്കെ വന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ദീപ്തിക്ക് ഷോക്കാവുകയാണ്. ദീപ്തി തലകറങ്ങി വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ശ്രീകാന്ത് ചെയ്ത എല്ലാ
തെറ്റുകളും വിക്രത്തിൻ്റെ തലയിലേക്ക് വച്ച് കെട്ടിയിരിക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത്. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ നമ്മുടെ വേദ തെളിയിച്ച് മുന്നിൽ കൊണ്ടുവരികയൊക്കെ തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.